ശോഭ സുരേന്ദ്രൻ, പഴയ ശോഭന എന്നായിരുന്നു എൻ്റെ പേര്. കാരണം ഈ ഓണത്തിന് എൻ്റെ കൂടെയുള്ള ഇത്രയും കൂടുതൽ കുട്ടികളെ ഞാൻ അവരെ കൊണ്ടുപോകണം, അവരുടെ വീട് ഞാൻ നോക്കണം. അപ്പോൾ മണലിത്ര എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അത് തെക്കിങ്കര പഞ്ചായത്തിനകത്താണ് ആ ഗ്രാമം. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂള് ജനകീയ വിദ്യാലയം മച്ചാടാണ്. ആ ജനകീയ വിദ്യാലയം മച്ചാടിൽ ആണ് ഞാൻ ഇപ്പോഴും എൻ്റെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഗ്രാമത്തോടുള്ള എൻ്റെ അറ്റാച്ച്മെൻറ്റ്, എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ ജനിച്ചിട്ട് അവിടെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത സാഹചര്യത്തെ അഭിമുഖീകരിച്ചിട്ട് ഞാനൊക്കെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കാൻ പോയ കോളേജ് വ്യാസ കോളേജാണ്. അത് പാർലിക്കാടാണ്, വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലുള്ള പാർലിക്കാട് ദേശത്തുള്ള ഒരു കോളേജ്. അപ്പോൾ ആ കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീട് അവിടെ ഉണ്ട്, എനിക്ക് കുറേ ബന്ധുക്കൾ അവിടെയുണ്ട്, അമ്മയുടെ ആങ്ങളന്മാരും അവരുടെ മക്കളും അമ്മയുടെ ചേച്ചിയും അവരുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ഒരു വലിയ കുടുംബ പശ്ചാത്തലം. അതായത് പാർലിക്കാടിലെ തേക്കിൻകാട് എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണ് എൻ്റെ അമ്മ ജനിച്ചത്. ആ പാർലിക്കാട് എന്ന് പറയുന്ന ഒരു ദേശത്ത് കാലുകുത്തുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീട്. എൻ്റെ അമ്മ കുട്ടിയായിരിക്കുമ്പോൾ കഷ്ടപ്പെട്ടിട്ട് അമ്മ ആ കഠിന പ്രയത്നം ചെയ്തിട്ടുള്ള കഥകൾ അമ്മ പറയും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയതെന്ന് പറയും. അത് ഞാൻ ചെറിയ കുട്ടിയായി പഠിക്കുമ്പോൾ നമ്മൾ ഈ നിലയിലെത്തിയത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെന്ന് അമ്മ പറയുമ്പോഴും അവിടുത്തെ എത്രയോ വീടുകളിൽ നമ്മൾ ഏറ്റവും പിന്നിലായിരുന്നു. ഒരു കളർ മാത്രം ബ്ലൗസ് ഇടുന്ന ഒരു കുട്ടി എൻ്റെ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ അത് ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇതെന്താണ് ഇങ്ങനെ ഈ കാപ്പിപ്പൊടി കളർ ബ്ലൗസ് ഇടുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ് കാപ്പിപ്പൊടി ആയതുകൊണ്ട് നമ്മൾ ആ ബ്ലൗസ് ഇട്ടിട്ട് വരിക എന്നാണ് ഞാൻ പറയാറ്. പക്ഷേ സത്യത്തിൽ എനിക്ക് കാപ്പിപ്പൊടി കളറിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആളുകളുടെ മുന്നിൽ നമുക്കില്ല എന്ന് പറയാൻ അതിനുള്ളൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാമായിരുന്നു എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല. എൻ്റെ അച്ഛൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു. അതും അദ്ദേഹം മരിച്ചത് ക്യാൻസറായിട്ടാണ്. അച്ഛൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഒരു ചേച്ചി പൂർണ്ണ ഗർഭിണിയായിരുന്നു, ഒരാളുടെ കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ പെടുന്ന പെടാപ്പാട് കണ്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ധൈര്യമാണ്. ഇപ്പം എൻ്റെ അമ്മ എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ, അതായത് സ്കൂള് എന്താണെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയില്ല, ഇപ്പോൾ സ്കൂളിൻ്റെ പടി കാണാത്ത, സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഒരമ്മയുടെ മകളായിട്ട് ജനിച്ച എനിക്ക് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളത്, ഒരു മലയാളത്തിൽ എൻ്റെ പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അത് കൊടുക്കാൻ പറ്റി എന്നുള്ളത്. അതായത് ഹോം മിനിസ്റ്റർ അമിത്ഷാജി വരുന്ന സമയത്ത് ഒരു രാജാവ് ചക്രവർത്തി നടന്നു വരുന്ന പോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതേ അമിത്ഷാജി ഒരു കുട്ടിയോട് സംസാരിക്കുന്നത് പോലെയാണ് എന്നോട് സംസാരിച്ചത്, എന്നെ ആ വീട്ടിലിരുത്തിയത്, എനിക്ക് ചായ തന്നത്. അപ്പോൾ ആ ഹോം മിനിസ്റ്ററെ കാണാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത്. ഇങ്ങനെയുള്ള വലിയ വലിയ അവരോടൊപ്പം അവരുടെ വീട്ടിലും അവരുടെ ഓഫീസിലും ഒക്കെ ചെല്ലാൻ അന്ന് നമ്മൾ കഠിന പ്രയത്നം ചെയ്ത് പട്ടിണി കിടന്ന ഒരു കുട്ടിക്ക് സാധിച്ചു, അന്നത്തെ ഒരു കുട്ടിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് വരുന്ന ഏതൊരു ദുഃഖത്തെയും അതിൻ്റെ അളവുകോലിനെ ഞാൻ കുറയ്ക്കുന്നത് ശോഭ എവിടെ നിന്നാണ് വന്നത്, നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, നിങ്ങൾക്ക് എന്താ ഉണ്ടായിരുന്നത്, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ആ അവസ്ഥയിൽ നിന്നാണല്ലോ നിങ്ങൾ ഇങ്ങനെ വന്നതെന്ന് ഞാൻ സ്വയം ശോഭ സുരേന്ദ്രൻ, പഴയ ശോഭന എന്നായിരുന്നു എൻ്റെ പേര്. ഇപ്പോഴും അതേ സർട്ടിഫിക്കറ്റിൽ ആ പേരാണ്. അത് ആളുകൾ ശോഭ സുരേന്ദ്രൻ എന്ന് ജയ് വിളിച്ച് ആ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ പിന്നെ എപ്പോഴും തിരഞ്ഞെടുപ്പിൽ ശോഭന എന്നുള്ള പേര് ഞങ്ങൾ ശോഭ സുരേന്ദ്രൻ എന്ന് ചിഹ്നത്തോടൊപ്പം ആ പേരും കറക്റ്റ് ചെയ്ത് എഴുതി കൊടുക്കുകയാണ് പതിവ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ സ്കൂളിൽ ഞാൻ വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചു. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ മാറ്റേണ്ടി വരാം. കാരണം എന്നോട് പലപ്പോഴും പറയാറുണ്ട്, എന്തിനാണ് വോട്ടിംഗ് ദിവസം അകലെ പോയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, എന്നിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് വരിക. ഒരിക്കൽ പോലും ഞാൻ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. 5 മുതൽ 10 വരെയുള്ള സ്കൂള് അത് പുന്നമ്പറമ്പിലാണ് പഠിച്ചത്. ആ പുന്നമ്പറമ്പ് സ്കൂളിലേക്ക് അത്രയും ദൂരം നമ്മൾ നടക്കും. പൈസയുള്ള കുട്ടികളൊക്കെ അവിടെ 2 മേജോമോൻ, യുവറാണി എന്നൊക്കെ പറയുന്ന ബസ്സുകളുണ്ടായിരുന്നു, 2 ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ബസ്സിൽ കയറി പോവും. വിമല എന്ന പേരിലൊരു ബസ് ഉണ്ടായിരുന്നു. നമ്മൾ നടക്കുമ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുക, എന്തിനാ അങ്ങനെ നടന്നു വരുന്നത് ഇത്രയും ദൂരം? അപ്പോൾ ഞങ്ങൾ അവരോടൊക്കെ പറയും,
ഇല്ല നടക്കണതല്ലേ നല്ലത്. അപ്പം ഇങ്ങനെ നടന്ന് വരികയാണ്. പക്ഷെ സത്യത്തിൽ എന്താ നടക്കുന്നത്? ബസ്സിന് കൊടുക്കാനുള്ള 5 പൈസയോ എത്രയാണെന്ന്, പക്ഷെ ആ പൈസ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ മകൻ, അയാൾക്ക് ഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അയാൾക്കൊരു റാങ്ക് കിട്ടിയ സമയത്ത് ആൾക്ക് പ്രൈം മിനിസ്റ്ററെ കാണാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പം അന്ന് അയാളുടെ ചിലവിലാണ് ഞാൻ പ്രൈം മിനിസ്റ്ററെ കാണുന്നത്. കാരണം ഹരിലാൽ കൃഷ്ണയുടെ ഡൽഹി IIT-യിൽ 6ാം റാങ്ക് കിട്ടിയ ഒരു കുട്ടിയുടെ അമ്മ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ കുറേ കൂടി നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അപ്പോൾ ഡൽഹി IIT-യിൽ 6ാം റാങ്ക് കിട്ടിയപ്പോൾ എനിക്ക് വലിയൊരു അഭിമാനമാണ് ഉണ്ടായത്. കാരണം തെക്കുംകര പഞ്ചായത്തിൽ മണലിത്രയിൽ ഈ കുഞ്ഞു സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു അമ്മയുടെ മകന് ഇങ്ങനെ ഒരു വലിയ ഇത്രയും നല്ലൊരു പഠിപ്പുള്ളൊരു കുട്ടിയായി എന്ന് പറയുമ്പോൾ അതിലെനിക്ക് വലിയൊരു അഭിമാനമുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ അഭിമാനമാണ് എൻ്റെ അമ്മയ്ക്കുള്ളത്. എൻ്റെ അമ്മയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും അമ്മ ഇങ്ങനെ മൊബൈലിൽ അമ്മയ്ക്ക് എൻ്റെ പ്രസംഗമൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പം ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, വലിയ വലിയ ആൾക്കാർക്കെതിരെ പ്രസംഗിക്കുമ്പോൾ എന്തിനാണ് ഇത്ര ഉറക്ക ശബ്ദത്തിൽ പ്രസംഗിക്കണത്? അതൊക്കെ കുറച്ചുകൂടെ, ഇത്രയൊക്കെ വയസ്സായില്ലേന്ന് അമ്മ ചോദിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അമ്മ പറയണത് ശരിയാണോ? അപ്പോൾ നമ്മുടെ പ്രസംഗത്തിലെ സ്പീഡൊന്ന് കുറയ്ക്കുക, അതുപോലെ അതിൻ്റെ ഒരു ടഫ്നെസ് അത് വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷേ എനിക്ക് സാധിക്കില്ല. കാരണം തുടങ്ങുന്നതാണ് ഞാൻ അറിയുന്നുള്ളൂ. തുടങ്ങി പിന്നെ അതങ്ങോട്ട് സ്പീഡായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു വലിയ കാലം 30 വർഷം പൊതുപ്രവർത്തനം നടത്തിയിട്ട് മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഉള്ളിലെ ശോഭാ സുരേന്ദ്രനെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വർഷം നിങ്ങൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിലും നിങ്ങൾ യാത്ര ചെയ്തിട്ട് നിങ്ങൾ പോയോ, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുവോ എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് ഇതിന് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ എനിക്ക് എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീട്ടിൽ ചെന്ന സമയത്ത് അവിടുത്തെ ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയും കൂടിയിട്ട് വന്ന് കയറുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ഒരു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി കാറിൽ യാത്ര ചെയ്തു. കാറിൽ തിരിച്ചു വരുമ്പോഴേക്കും ആളാകെ ടയർഡായി. അങ്ങനെ വന്നങ്ങോട്ട് വീഴുകയാണ് കട്ടിലിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഒരു ദിവസം കണ്ണൂർ പോകുന്നു, ഒരു ദിവസം കാസർഗോഡ് പോകുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം ഡൽഹി പോകുന്നു, തിരിച്ചു വരുന്നു, തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്നു, അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു, അവിടെ നിന്ന് വീണ്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു സ്വയം, അപ്പോൾ എത്രമാത്രം എൻ്റെ ശരീരത്തിന് പരിക്കുകളുണ്ടാവും, എത്രമാത്രം ഞാൻ എൻ്റെ ശരീരത്തെ നോക്കിയിട്ടില്ല, ഞാൻ എന്നെ നോക്കിയിട്ടില്ല എന്നൊരു ചിന്ത ആ വീടിനകത്ത് വെച്ച് എനിക്കുണ്ടായി. പക്ഷേ ഞാനപ്പോൾ ആലോചിച്ചു, ഇത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, കാരണം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഞാൻ അവിടെ ആ കുട്ടിയോട് പറയുകയും ചെയ്തു, ഇങ്ങനെ അതായത് കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് തളരുക, എന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണോ ചെയ്യേണ്ടത്? നമ്മൾ കുറച്ചും കൂടിയും ശക്തി വേണ്ടേ എന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ചു. അതുപോലെ ഒരിക്കലും ഞാൻ കോഴിക്കോട് പോയ സമയത്ത്, കോഴിക്കോട് നമ്മളെപ്പോഴും എങ്ങനെയാണെങ്കിൽ പൊതുപരിപാടികൾക്ക് പോവുകയാണെങ്കിൽ പൊതുയോഗം കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ അവിടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ താമസിക്കും. ഇപ്പോഴൊക്കെ ഹോട്ടലുകളിൽ താമസിക്കും. ചില ഈ അടുത്ത കാലത്തും വീടുകളിൽ നമുക്ക് താമസിക്കാനായിട്ട് അങ്ങനെ വന്ന് കൊണ്ടുപോകും നമ്മളെ. അപ്പോൾ നമ്മുടെ പ്രവർത്തകരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ചെറിയ കുട്ടികളുണ്ടാവും, അതായത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ചെറിയൊരു കുട്ടി. അപ്പോൾ ഒരു ദിവസം ഞാൻ പോയ സമയത്ത് ആ കുട്ടീനെ കുളിപ്പിച്ച് അവിടെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് കട്ടിലിൽ. അപ്പോൾ കിടത്തിയിട്ട് ഈ കുട്ടിക്ക് നല്ല പൗഡറൊക്കെ ഇട്ട് കുട്ടിക്ക് വാല് വെച്ച് കണ്ണൊക്കെ എഴുതി കവളത്തൊരു കുഞ്ഞു പൊട്ടൊക്കെ കുത്തിയിട്ട് ആ കുട്ടിയെ അവിടെ ഇങ്ങനെ കിടത്തിയ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ 2 കുട്ടികൾ അവരെ ആകെ നോക്കിയിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തിയിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ എനിക്ക് എത്ര ദിവസങ്ങൾ ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചു, എത്ര ദിവസം എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ കുട്ടികളെ എത്ര ദിവസം അവർക്ക് എൻ്റെ അടുത്ത് ജീവിക്കാൻ പറ്റി? അവരെത്രയോ ദിവസങ്ങൾ അമ്മയില്ലാതെ കരഞ്ഞുണ്ടാവും. അപ്പോൾ ഞാൻ എടുക്കേണ്ടതിന് പകരം അവരുടെ അമ്മമ്മയാണെങ്കിൽ പോലും എൻ്റെ മക്കളെ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ചിന്തിച്ചു. വളരെ കൂടുതൽ ഈശ്വരവിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് കൃഷ്ണനാണെന്ന് ഞാൻ പറയും. ഞാൻ അവിടെ ചെന്നാണ് എൻ്റെ എല്ലാ ആവലാതികളും. പക്ഷേ മാസത്തിൽ ഒരു ദിവസം പോവുക, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം, അങ്ങനെയൊന്നുമില്ല. ഒരു തോന്നിയ ഒരു പരിപാടിയുടെ ഇടയിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം പോവുക. അങ്ങനെയാണ് ഞാനും
ഭഗവാനായിട്ടുള്ള ബന്ധം. പക്ഷെ അവിടെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ കുട്ടികളെ വഴിതെറ്റിക്കാതെ നോക്കണേ എന്ന് ഞാൻ പറയും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കുട്ടികളെ നോക്കുന്ന ആൾക്ക് എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല. എനിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നില്ല. അപ്പോൾ ഈ ടീച്ചർമാരും കുട്ടികളും മാത്രമായിട്ടാണ് അവർ ജീവിച്ചത്. പക്ഷേ രണ്ടാളും നല്ല മാർക്ക് അവർ മേടിച്ചു. രണ്ടാളും സ്വന്തമായിട്ട് കഠിന പ്രയത്നം ചെയ്ത് ജോലിയിൽ വന്നു. എനിക്ക് ഞാൻ വിളിച്ചാൽ എൻ്റെ അടുത്തേക്ക് ഓടി വരാമെന്നും എൻ്റെ കൈപിടിച്ച് എന്നെ കൊണ്ടുപോകാനും സാധിക്കുന്ന മിടുമിടുക്കന്മാരും മിടുമിടുക്കികളുമായിട്ടുള്ള വേറെയും കുട്ടികളെ ഞാൻ പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ മുഖം ജനങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് അവരെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ വാങ്ങുകയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്കതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒരു ഓണം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഇപ്പോൾ ഓണം വരാറായി, എൻ്റെ മനസ്സിൽ ടെൻഷൻ വരാൻ തുടങ്ങി. കാരണം ഈ ഓണത്തിന് എൻ്റെ കൂടെയുള്ള ഇത്രയും കൂടുതൽ കുട്ടികളെ ഞാൻ അവരെ കൊണ്ടുപോകണം. അവരുടെ വീട് ഞാൻ നോക്കണം. അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾ അതിലുണ്ട്. അവർക്ക് ഡ്രസ്സ് എടുക്കണം. ചില ആൾക്കാരൊക്കെ ഇപ്പോൾ വലിയ കേമന്മാരായി. അപ്പോൾ അവർ പറയും, അമ്മ വരുമൊന്നും വേണ്ട, ശോഭമ്മ വരണ്ട, ഞങ്ങൾക്ക് പൈസയും വേണ്ട, ഞാൻ തന്നെ 6 കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്ത് തരാമെന്നാണ് ഇപ്പോൾ മണിപ്പാലിൽ പഠിക്കുന്ന ആൾ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അയാൾ അവിടെ തന്നെ ട്യൂഷൻ നടത്തുക, അവിടെ തന്നെ പൈസ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, പഠിക്കുന്ന കാര്യം നന്നായിട്ട് പഠിച്ചാൽ മതി, എന്നിട്ട് MD ഡോക്ടറായിട്ട് നാട്ടിലേക്ക് വരിക, എന്നിട്ട് ബാക്കി കാര്യം നോക്കാം. അപ്പോൾ എനിക്ക് അതൊക്കെ വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ലാലേട്ടനെയാണ് ഇഷ്ടം, വെറുപ്പുള്ളത് പറയാം. അപ്പോൾ മോദിജി ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ വിശ്വസിക്കാത്ത ആൾക്കാരെയൊക്കെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി.